നമസ്കാരം. ദില്ലിയിൽ CJPയുടെ വലിയ പ്രതിഷേധം കഴിഞ്ഞൊരു 36 ദിവസം നടന്നിരുന്നു. ഇന്നലെ അത് അവസാനിച്ചു. പക്ഷേ ഈ 36 ദിവസത്തിനിടയിൽ പല ഘട്ടത്തിൽ നമ്മൾ എല്ലാവരും ഈ ദില്ലി സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഉന്നയിച്ച ഒരു വാദമായിരുന്നു, ഉമർ ഖാലിദ് എന്ന് പറയുന്ന വ്യക്തിയെ റിലീസ് ചെയ്യണം, ഈ വ്യക്തിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണം. കേന്ദ്ര സർക്കാരിനോടാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടത്. ഈ വിദ്യാർത്ഥികൾ എന്ന് മാത്രമല്ല, അതിൽ പല ആളുകളും നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഉമർ ഖാലിദ് എന്ന് പറയുന്ന വ്യക്തിയെ ജയിൽ മോചിതനാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ബാനറിൽ നിന്ന് നമ്മൾക്ക് എല്ലാവർക്കും വ്യക്തമാവും. അപ്പോൾ ആരാണ് ഈ ഉമർ ഖാലിദ്? ഈ ഉമർ ഖാലിദ് നമ്മുടെ രാജ്യത്ത് കുറെ നാളുകളായിട്ട് ജയിലിൽ കിടക്കുന്നതിന്റെ കാരണം എന്താണ്? ഇതിനെ പറ്റിയിട്ട് നമ്മുടെ കേരളത്തിലെ ഒന്നും മാധ്യമ പ്രവർത്തകർ ആരും തന്നെ കാര്യമായിട്ട് സംസാരിക്കുന്നില്ല. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 2016 JNUവിൽ നടന്ന പ്രതിഷേധ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം BJPക്കെതിരെ, മോദിക്കെതിരെ ഏറ്റവും കൂടുതൽ വലിയ രീതിയിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് JNU. അവിടെ 2001 പാർലമെന്റ് ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ജമ്മു കാശ്മീർ സ്വദേശിയായിട്ടുള്ള അഫ്സൽ ഗുരു, ഈ അഫ്സൽ ഗുരു പാർലമെന്റ് ആക്രമണം നടത്താൻ വേണ്ടി നേതൃത്വം നൽകിയ അതിന് മുൻപന്തിൽ നിന്ന ആളാണ്. അതിനുവേണ്ടിയുള്ള സാമ്പത്തികം, അവർക്ക് വേണ്ടി ടെക്നിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്തി കൊടുത്തത് ഈ അഫ്സൽ ഗുരുവാണ്. അഫ്സൽ ഗുരുവിനെ കോൺഗ്രസ് സർക്കാരാണ് തൂക്കിലേറ്റിയത്. ഈ അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജമ്മു കാശ്മീരിലെ കേന്ദ്ര സർക്കാർ അവിടെ പല പ്രശ്നങ്ങളിൽ ഇടപെടുന്നു, കശ്മീരിന്റെ മോചനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ JNUവിൽ ഈ ഒരു വിഷയം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയത് ഉമർ ഖാലിദാണ്. ഉമർ ഖാലിദ് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് തെറ്റാണ്. അഫ്സൽ ഗുരുവിന് എതിരെ നടന്നിട്ടുള്ള നിയമപരമായിട്ടുള്ള സംവിധാനങ്ങൾ മുഴുവൻ തെറ്റാണ് എന്ന് അവിടുത്തെ വിദ്യാർത്ഥികളുടെ മുന്നിൽ ഈ പരിപാടിയിലൂടെ ഇവര് നിരന്തരമായിട്ട് പറയുന്ന സംഭവങ്ങളായിരുന്നു. അതിന്റെ വീഡിയോ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. രാജ്യവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ആസാദി മുദ്രാവാക്യം, കശ്മീരിനെ മോചിപ്പിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു പല മുദ്രാവാക്യങ്ങൾ. കനയ്കുമാർ എന്ന് പറയുന്ന CPIയുടെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവടക്കം ഈ പറയുന്ന സംവിധാനത്തിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ചിരുന്നു. ഇവർക്കെതിരെ അന്ന് തന്നെ രാജ്യവിരുദ്ധമായിട്ടുള്ള, രാജ്യത്തിനെതിരെ കലാപ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നിരന്തരമായിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള പരിപാടികൾ നടത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് കേസ് എടുത്തിട്ടുണ്ടായിരുന്നു പോലീസ്. ആ കേസെടുത്തതിന് ശേഷം ഈ ഉമർ ഖാലിദ് ഒളിവിലായിരുന്നു. അതോടൊപ്പം തന്നെ 2020 ദില്ലി കലാപ കേസ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്തുടനീളം നടന്ന പല സംഘർഷങ്ങളിലും ഈ സംഘർഷങ്ങൾ ഏറ്റവും മുഖ്യമായിരുന്നു ദില്ലി കലാപം. ദില്ലി കലാപം 2020 ഫെബ്രുവരി മാസമാണ് നടന്നത്. ഈ ദില്ലിയുടെ വടക്ക് കിഴക്കൻ മേഖലയിലുള്ള പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് നിസാമുദ്ദീൻ അടക്കമുള്ള പ്രദേശങ്ങളിലാണ് ഈ കലാപം നടക്കുന്നത്. ഈ കലാപത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് ദില്ലി പോലീസ് പറയുന്നത് ഉമർ ഖാലിദിനാണ്. ഉമർ ഖാലിദിനെ സംബന്ധിച്ച് അവിടെ പല യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് BJP വിരുദ്ധരായിട്ടുള്ള യൂത്തിനെ സംഘടിപ്പിച്ച്, പ്രത്യേകം മതവിശ്വാസികളായിട്ടുള്ളവരെ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നടപ്പിലാക്കിയത് ഉമർ ഖാലിദ് ആണെന്നാണ് ദില്ലി പോലീസിന്റെ വാദം. അത് കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ജയിലിൽ കിടന്നിങ്ങനെ മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉമർ ഖാലിദിന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഉമർ ഖാലിദിനെ റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ CJPയുടെ സമരത്തിൽ ഉന്നയിക്കപ്പെടാനുള്ള കാരണം എന്തായിരിക്കാം? ഈ CJPയുടെ അകത്തേക്ക് അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ സമരത്തിനകത്തേക്ക് കൃത്യമായിട്ട് രാജ്യവിരുദ്ധ ശക്തികൾ എത്തി എന്നുള്ളതാണ്. രണ്ടാമത്തെ ഈ പറയുന്ന ഉമർ ഖാലിദിനെതിരെയുള്ള ആരോപണം, മഹാരാഷ്ട്രയിലാണ് ഈ ഉമർ ഖാലിദ് ജനിച്ചിരിക്കുന്നത്. ദില്ലി സ്വദേശിയാണ്, ദില്ലിയിലാണ് താമസിച്ച് അവിടെ വിദ്യാഭ്യാസ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ മഹാരാഷ്ട്രയിലാണ് ജനിച്ചത്. അമരാവതി എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മൾക്കറിയാം, ഈ അമരാവതി ഈ അടുത്ത കാലത്ത് വലിയ രീതിയിൽ ശ്രദ്ധേയമായതാണ്. നൂപുർ ശർമ്മയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമരാവതിയിൽ അവിടെ നൂപുർ ശർമ്മയെ പിന്തുണച്ചു എന്ന് പറഞ്ഞ സമയത്ത് ആ ഒരു ടൈലർ അദ്ദേഹത്തിന്റെ കടയിലേക്ക് കയറി വന്നിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തറത്ത് 2 ജിഹാദികൾ, ഭീകരവാദികൾ കൊലപ്പെടുത്തുന്ന ഒരു ദൃശ്യമൊക്കെ അത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനുശേഷം നരേന്ദ്രമോദി ഇവനെ മാത്രമല്ല മോദി അടക്കം ഞങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞ് കത്തിയുമായിട്ടായിരുന്നു ഉമാരുടെ വലിയ രീതിയിലുള്ള ആക്രോശം. അവരെല്ലാവരും ജയിലിലാണ്. ഇപ്പോൾ അവരൊക്കെ പൂർണ്ണമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഉമർ ഖാലിദ് അമരാവതിയിലും ഇതുപോലെ
ദില്ലിക്ക് സമാനമായിട്ട് തന്നെ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തി ജനക്കൂട്ടത്തെ സംഘർഷത്തിലേക്ക് എത്തിക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇതാണ് ഈ പറയുന്ന വ്യക്തിക്കെതിരെ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന്റെ പേരിലാണ് UAPA നമ്മുടെ രാജ്യത്ത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്കെതിരെ ചുമത്തുന്ന ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു വകുപ്പ് ചുമത്തി ഇയാളെ ജയിലിൽ അടച്ചത്. അപ്പോ ഇതല്ലാതെ മറ്റെന്ത് കാര്യമാണ് ഈ ഉമർ ഖാലിദിനെതിരെ ചെയ്യേണ്ടത്? ഉമർ ഖാലിദ് എന്ന് പറയുന്ന വ്യക്തി കശ്മീരിനെ നമ്മുടെ രാജ്യത്ത് നിന്ന് മോചിപ്പിക്കണം എന്ന തരത്തിലേക്കുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് കശ്മീരിലെ ജനതയെ കേന്ദ്ര സർക്കാർ ദ്രോഹിക്കുന്നു, പട്ടാളക്കാർ ദ്രോഹിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ദില്ലിയിലെ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത് പറഞ്ഞ JNU മാത്രമല്ല ജാമിയ മിലിയ സർവകലാശാല ഇതടക്കം വലിയ രീതിയിൽ ഇതുപോലെയുള്ള സംഘർഷങ്ങൾ സൃഷ്ടിക്കാനും യുവജനങ്ങളെ അല്ലെങ്കിൽ യൂത്തിനെ തെരുവിലേക്ക് ഇറക്കി നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനും ശ്രമിച്ചു. കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആ സമയത്ത് 2020 ഫെബ്രുവരി മാസത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്ക് വരുന്നത്. അദ്ദേഹം ഗുജറാത്തിൽ വന്ന് വലിയൊരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തു. നമുക്കറിയാം, അത് എല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഈ നമ്മുടെ ലോകത്തിലെ ഏറ്റവും മുതിർന്ന ഒരു രാഷ്ട്രതലവൻ നമ്മുടെ രാജ്യത്ത് വരുന്ന സമയത്ത് ഇവിടെ വർഗീയ സംഘർഷങ്ങൾ നടക്കുകയാണ്, ഇവിടെ ഒരു മനസമാധാനമില്ല, ക്രമസമാധാന നില തകർന്നിട്ടുള്ള ഒരു രാജ്യത്തേക്കാണ് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് പൂർണ്ണമായിട്ടും ലോക ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലേക്കുള്ള വലിയ സംഘർഷമാണ് ദില്ലിയിൽ ആസൂത്രിതമായിട്ട് ഇവർ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. അതിന് മുൻപന്തിയിൽ നിന്ന വ്യക്തിയാണ് ഉമർ ഖാലിദ് എന്ന് തന്നെയാണ് ദില്ലി പോലീസ് കൃത്യമായിട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന രേഖകളിൽ നിന്നും വ്യക്തമാവുന്നത്. NIA ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളും അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. കൂട്ടത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു ഹുസൈൻ എന്ന് പറയുന്ന നേതാവ് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ആൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. ഇയാളും വലിയ രീതിയിൽ തന്നെ ആയുധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് കലാപത്തിന് നേതൃത്വം നൽകാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഐക്യത്തെ തകർക്കുക, നമ്മുടെ രാജ്യം അസഹിഷ്ണുതയുടെ വലിയൊരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മോദിയുടെ കീഴിൽ നമ്മുടെ രാജ്യത്ത് വലിയ വർഗീയ സംഘർഷങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഉമർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം BJPയെ എങ്ങനെയെങ്കിലും മോദിയെ എങ്ങനെയെങ്കിലും തേച്ചുകൊണ്ട് വിരുദ്ധമാക്കുക, ജനങ്ങൾ പൂർണ്ണമായിട്ട് ഇവരെ എതിർക്കുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഉമർ ഖാലിദ് അടക്കമുള്ള ആളുകൾ ഈ രാജ്യത്ത് കാണിച്ചു കൂട്ടിയത്. CJP സമരമല്ല, ഏത് സമരം വന്നാലും രാഷ്ട്രമാണ് ആദ്യം എന്നുള്ള രീതിയിലേക്ക് വെക്കുന്നതിന് പകരം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നിലവിലെ ചോർച്ചയും അതിന്റെ പേരിൽ നടന്ന ഒരു സമരത്തിൽ വലിയ രീതിയിൽ ഉമർ ഖാലിദ് അടക്കമുള്ള ആളുകൾ പൂർണ്ണമായിട്ടും ജയിൽ മോചിതനാകണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ജയിൽ മോചിതരാക്കണം എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ, അതിന്റെ പ്ലക്കാർഡുകൾ പോലും ഉയർത്തിപ്പിടിക്കുക. ഇതിനെതിരെ ഏത് അഭിജിത്താണ് സംസാരിച്ചിരിക്കുന്നത്, ഏത് CJPയുടെ തലവനാണ് ഇതുപോലുള്ള കാര്യങ്ങൾ കാണിക്കുന്ന സമയത്ത് അതിനെതിരെ സംസാരിച്ചിട്ടുള്ളത്? അപ്പൊ ഇത് വ്യക്തമാണ്, കൃത്യമാണ്. വിദ്യാർത്ഥികളെ മുൻനിർത്തി അതിനിടയിലേക്ക് ഇന്ത്യ വിരുദ്ധ ശക്തികൾ കൃത്യമായിട്ട് കടന്നു കയറിയതിന്റെ ഭാഗമായിട്ടാണ് ഉമർ ഖാലിദിനെ പോലെയുള്ള ആളുകൾ മോചിതരാകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരസ്യമായിട്ടുള്ള വാദങ്ങളും സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. CJPയുടെ ഏത് സമരമാണെങ്കിലും രാജ്യവിരുദ്ധ ശക്തികൾ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ, നമ്മുടെ സംവിധാനങ്ങളെ തകർക്കാൻ മുന്നിട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നിലപാടെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സമയത്ത് ബോധ്യപ്പെടുത്തി. CJPയുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന പ്രശ്നങ്ങൾ അതിന്റെ പേരിലാണ് ഈ ഉമർ ഖാലിദിന്റെ വിഷയങ്ങൾ പലരും അറിഞ്ഞിട്ടില്ല, ആളെന്താണ് ചെയ്തതെന്നുള്ളത്. ആള് ഈ പറയുന്ന പോലെ ഈ അഫ്സൽ ഗുരുവിന്റെ പരിപാടി മാത്രം നടത്തി എന്നുള്ളതാണ്. അഫ്സൽ ഗുരുവിന്റെ പരിപാടി നടത്തിയ മാത്രമല്ല, ദില്ലി കലാപത്തിന് നേതൃത്വം നൽകി എന്നുള്ളതടക്കം ഇയാൾക്കെതിരെ കേസുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇതൊന്ന് ജസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് അവതരിപ്പിക്കുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. വന്ദേ മാതരം.